രശിക ഡീസൽ ഹോണ്ട സിറ്റി 20 മുകളിൽ മൈലേജ് കിട്ടുന്ന വണ്ടി. അതെ അതെ. നിങ്ങൾ പറയുന്ന റേറ്റിന് മുകളിൽ എന്തായാലും ലോണ് അത്യാവശ്യം പ്രൊഫൈൽ ഉള്ളവർക്ക് കയറുന്ന പറയുന്നത്. ഓക്കെ, ഒരു 10,000 രൂപ അപ്പോൾ ആവശ്യമുള്ളവർക്ക് ക്യാഷ് ബാക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ വേണ്ടി പറ്റൂലേ? അതെ അതെ. ഫുൾ ലോൺ ഉൾപ്പെടെ നല്ല അടിപൊളി വിലക്കുറവില്ല, മാക്സിമം ഓഫറൊക്കെ ചേർത്തിട്ട് നമ്മൾ മുന്നേ ഇവിടെ റഷീഖിൻ്റെ അടുത്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കുറേ സിംഗിൾ ഓണർഷിപ്പ് വണ്ടികളുണ്ട്, കുറേ ലോ കിലോമീറ്റർ ഓടി വണ്ടികളുണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല തെറ്റില്ലാത്ത റേറ്റിലായിട്ട് ഓഫർ റേറ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ലോ ബഡ്ജറ്റ് ഫാമിലി കാറുകൾ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്ന വണ്ടികളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ്, അത്യാവശ്യം ബോഡി ഷേപ്പുള്ള വണ്ടികളാണ്. ഏകദേശം 30ഓളം വണ്ടികളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാനുള്ളത്. നമ്മളിപ്പോൾ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിൽ ആനക്കയം, അതായത് മഞ്ചേരി മലപ്പുറം റോഡിലായിട്ട് ആനക്കയം സൗദിപ്പടി എന്നുള്ള ലൊക്കേഷനിലുള്ള മലപ്പുറം മോട്ടോഴ്സിലാണ്. അപ്പോൾ കൂടെ ഒരു വണ്ടികൾ പരിചയപ്പെട്ട് തുടങ്ങാം. സോ വെയിൻ ടു ദ വീഡിയോ. 13 സിംഗിൾ ഓണർ വണ്ടി, ഡീസലാ വരുന്നത്. 140 റേറ്റ് വരുന്നുള്ളൂ. നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ്. 2013 മോഡൽ ഫോർഡ് ഫിഗോ 140 ഉള്ളൂ. 140 ഡീസൽ കേട്ടോ. വണ്ടി നിലവിൽ AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും വരുന്നുണ്ടാവുക. അതെ, അത്യാവശ്യം നല്ല ബോഡി ഷേപ്പ് കാണുന്നുണ്ട്. നല്ല വൃത്തിയുള്ള വണ്ടി തന്നെ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ, ഫസ്റ്റ് ഓണർ വണ്ടി തന്നെ. അപ്പൊ ഇതിന്റെയൊക്കെ ഫോട്ടോസ് വെച്ചെങ്കിലും കൊടുക്കാണ്ടാവില്ലേ? ഫോട്ടോസ് ഏത് വേണമെങ്കിലും ഫുള്ള് നമുക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ കാറ്റലോഗ് ഉണ്ട്, കാറ്റലോഗ് നമ്പർ കൊടുക്കാം. ശരി, അടുത്തത് ബീറ്റ് ഡീസൽ പെട്രോൾ ഡീസൽ അല്ലേ? ഡീസൽ അല്ല. 90 രൂപക്ക് 2010 LT കൊടുക്കട്ടോ. 2010 LT എന്നുള്ളത് അന്നിറങ്ങിയിട്ടുള്ള ഫുൾ ഓപ്ഷൻ ആണ്. അന്നത്തെ ഫുൾ ഓപ്ഷൻ പെട്രോൾ വണ്ടി. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്. അതെ. OE എല്ലോ വീൽസ് കയറ്റിയിട്ടുണ്ട്. അതെ. ബാക്ക് വൈപ്പർ ഡിഫോഗർ ഒക്കെ വരുന്നുണ്ടാവും. ഒക്കെ വരുന്നുണ്ട്. 1200 cc എഞ്ചിന്റെ അകത്ത് 13-15 മൈലേജും കിട്ടുന്നുണ്ടോ? 90 എന്നുള്ള ഇനിയും കുറയോ? 90 പറ്റ കുറച്ചല്ലേ നമ്മൾ പറയുന്നത്. 90 റേറ്റ് കുറവാണ്. LT എന്നുള്ള വണ്ടിക്ക് റേറ്റ് കുറവാണ്. പക്ഷെ ചോദിക്കുക, അതെ, ഞാൻ എത്രത്തോളം ഒരു കുറച്ച് കിട്ടുന്നില്ല. ഞാൻ ഇത് 2010 മോഡല് ആൾട്ടോ LXI ആണ്. സെക്കൻഡ് ഓണർ വണ്ടി. 110 കേട്ടോ. നല്ല വൃത്തിയുള്ള വണ്ടി, അടിപൊളി സീറ്റാറ് കാര്യമൊക്കെ ചെയ്ത. റേറ്റ് എത്ര? 110 ഉള്ളൂ. LXI 110 2010 മോഡൽ ഓട്ടോ LXI. ഓണർഷിപ്പ് എത്രയുണ്ട്? ഓണർഷിപ്പ് സെക്കൻഡ് ആയിട്ടുള്ളൂ. കിലോമീറ്റർ നോക്കാം. വലിയൊരു ഓട്ടം ഒന്നും ഓടാത്ത വണ്ടിയാണ്, നോക്കി പറഞ്ഞു കൊടുക്കാം. പിന്നെ 2015 മോഡലാണ്. ഡീസലാണ്. SV എന്നുള്ള വേരിയന്റ് ആണ്. അതെ, മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരിക. അതെ, AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ ഒക്കെ വരുന്ന. എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഓട്ടോമാറ്റിക് AC, ബാക്ക് സെൻസേഴ്സ്. ഇത് ഏകദേശം ഫുള്ളോണ് കയറിയല്ലേ? 2015 ആവണ്ട്. 2015 വണ്ടി റേറ്റ് പോലെ ഉണ്ടോ ഫുള്ളോട് കയറുന്നത്? ഫുള്ളോണ് ഏകദേശം എത്ര റേറ്റ് ഉണ്ടാവും നിങ്ങളെ ഒരു അഭിപ്രായത്തില്? ഫുള്ളോട് 4.25 മുകളിൽ എന്തായാലും ഫുള്ളോണ്. നമ്മള് ആകെ ചോദിക്കണേ 4.25 കീപ്പെട്ട ചോദ്യം തന്നെ. 4.25 കീപ്പെട്ട ചോദിക്കണേ. 4.25 താഴെ നിങ്ങൾ റേറ്റ് ചോദിക്കുന്നു. 4.25 റേഞ്ചിൽ ലോൺ കയറാൻ ചാൻസ് ഉള്ള വണ്ടിയാണ്. 15 മോഡൽ ഹോണ്ട സിറ്റി ഡീസൽ എന്ന് പറയുമ്പോൾ ആക്സിഡന്റ് കാര്യമൊന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. സർവീസ് റീ ആവുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിക്കൊണ്ടെന്നില്ല. പക്ഷെ വണ്ടി ഓടിക്കാൻ 100% ഗ്യാരണ്ടി. 20 മുകളിൽ എങ്ങനെയാലും ഡീസൽ മൈലേജ് കിട്ടുന്നുണ്ട്. ഇത് 18 മോഡൽ ഇയോണ്. ഫുൾ ഓൺ. റീപ്ലേസും കാര്യമൊന്നുമില്ല. ബ്ലാക്കിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതെ അതെ. നിലവിൽ ഇത് RC ചേർത്തിട്ടുണ്ടോ റഷീഖ? അത് സ്റ്റിക്കർ അല്ലേ, വേണമെങ്കിൽ ഒഴിവാക്കല്ലേ നമുക്ക്. ശരി, സ്റ്റിക്കർ വർക്ക് ചെയ്യണല്ലോ. ഇത് ഇറയാണോ അല്ലെങ്കിൽ? ഇത് 2 ഡോർ വിൻഡോ ഇറ പ്ലസ് 18 മോഡൽ കേട്ടോ. ഓക്കെ, ഇൻബിൽറ്റ് സ്റ്റീരിയോ ഇല്ല, ആഫ്റ്റർ മാർക്കറ്റ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. 18 മോഡൽ ഇയോണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ നമുക്ക് നോക്കാം. കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 18 മോഡൽ വണ്ടിയല്ലേ. ഓക്കെ, നമുക്ക് മാക്സിമം ലോൺ ചെയ്തെടുക്കാം. ഫുൾ ലോണില് 1 ലക്ഷം ഓടിയിട്ടൊന്നുമില്ലല്ലോ? ഇല്ലല്ലോ. ഒന്നിന്റെ ഒക്കെ കുറെ കീപ്പട്ടെ 5ന്റെ 60ന്റെ അങ്ങനെ റേഞ്ചിൽ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിളോ സെക്കൻഡോ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. റീപ്ലേസ് ഒന്നുമില്ലല്ലോ? റീപ്ലേസ് ഒന്നും. ഓക്കെ, റേറ്റ് എത്ര? റേറ്റ് നമുക്ക് 2.45 ചോദ്യം. 2.45 2018 ഇയോണ് ഇറ പ്ലസിന് ഫുൾ ലോൺ കയറുന്ന റേറ്റ് തന്നെയാണ്. ഓക്കെ, എടുക്കുന്നൊക്കെ വിലക്കുള്ള വരിക്കും കാര്യങ്ങളൊന്നുമില്ല. പൈസക്കുള്ള മുതലില്ല. ആകുന്നുണ്ട്. അടുത്തത് ഷിഫ്റ്റ് ആണ്, ഡിസയർ. ഇത് റീരജിസ്ട്രേഷൻ വണ്ടിയാണ്. 2010 സെക്കൻഡ് ഓണർ. കറക്റ്റ് ഇവിടെ അവിടുത്തെ ഒരാൾ തന്നെ കൊടുന്ന് റീ കണ്ടീഷൻ ചെയ്ത നല്ല വണ്ടിയാട്ടോ. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് 2 ആയിട്ടുള്ളൂ. അല്ലാതെ ഓണർഷിപ്പ് ഒന്നും കൂടുതലല്ല. ഓട്ടോക്ക് 1 സംതിങ് ഓട്ടം കറക്റ്റ് ആണോ ഇല്ലെന്ന് അറിയാം. പക്ഷെ വണ്ടി നല്ല ബോഡി ഷേപ്പ്, നല്ല ഓടിക്കാനും കാര്യമൊക്കെ നല്ല കണ്ടീഷനിലാണ്. 2 രൂപേന്റെ താഴെ നമുക്ക് ഡിസയർ കൊടുക്കട്ടത്. VDI വണ്ടി. റേറ്റ് എത്രയാണ്? റേറ്റ് 2 രൂപേന്റെ താഴെ പൊട്ടിച്ചവര് 1.95 1.90 റേഞ്ചൊക്കെ എടുത്താണ്. ഇത് ക്വാർട്ടർ ജെറ്റ് ഇഞ്ചൻ വരുന്ന 2010 മോഡല് ഷിഫ്റ്റിന്റെ ഇഞ്ചൻ വരുന്ന വണ്ടിയാണ്. ടാറ്റ വിസ്ത.
നമുക്ക് മാക്സിമം ഒരു രൂപക്ക് കൊടുക്കട്ടോ. നിങ്ങൾ തന്നെ വണ്ടിയാ? ഇത് പാർക്കിംഗ് സൈഡിലാണ്, ഒരു ഉസ്താദിന്റെ വണ്ടിയാണ്. ഓക്കെ, നമുക്ക് മാക്സിമം അവരോട് ചോദിച്ചിട്ട് ഇനി എന്തെങ്കിലും ചെയ്യാണ്ടോ ചോദിച്ചു നോക്കാം. ആരെങ്കിലും വരികയാണെങ്കിൽ റേറ്റ് കുറച്ച് കൊടുക്കാം. അതിനനുസരിച്ചൊക്കെ കൊടുക്കാം. വണ്ടിക്ക് എങ്ങനെയുണ്ട് നിലവിൽ? വണ്ടി കണ്ടീഷൻ കാര്യം വർക്കിങ്ങും കാര്യമൊക്കെ പക്ക ക്ലിയർ തന്നെയാണ്. ഓക്കെ, ഏകദേശം 18-20 റേഞ്ചിൽ മൈലേജ് ചെറിയൊരു ബഡ്ജറ്റിലുള്ള ചെറിയൊരു വണ്ടി. ഇത് മാരുതി AC ഉള്ള വണ്ടിയാണ്. നമുക്ക് 50 രൂപക്ക് AC ഉള്ള മാരുതി 800 കൊടുക്കാം. MPFI ആണോ കോർപ്പറേറ്റർ? MPFI അല്ല, കോർപ്പറേറ്റർ തന്നെയാണ്. അത് ലോക്കാണ്, നമുക്ക് അങ്ങനെ കാണിച്ചു കൊടുക്കാം. മോഡൽ ഏതാ? മോഡൽ ഏതാ? അത് 2001 മോഡലാണ്. 2001 മോഡൽ AC ഉള്ള 50 പറയുന്നത് പാർട്ടി പാർക്കിംഗ് സെയിലിന് ഇട്ടാ എന്തായാലും മാക്സിമം ചെയ്ത് കൊടുക്കാം. പാർക്കിംഗ് സെയിൽ വലിയ റേറ്റ് വ്യത്യാസം. അടുത്തത് ഇത് കേട്ടം 13 മോഡലാണ്. LXI ആണ്. ആകെ 64 കിലോമീറ്റർ കറക്റ്റ് സർവീസ് ഒക്കെ എല്ലാം ഉണ്ട്. നല്ല ബോഡി ഷേപ്പിലെ ക്വാളിറ്റി വണ്ടി കേട്ടോ. ഇത് റീപ്ലേസ്മെന്റും കാര്യമൊന്നുമില്ല. 61,000 കിലോമീറ്റർ കറക്റ്റ് ഹിസ്റ്ററിയില്ല വണ്ടി. നല്ല ഫ്രണ്ട് ലെഫ്റ്റ് ഡോർ ഒന്ന് റീപെയിന്റ് ഹൈ ക്വാളിറ്റി വണ്ടിയാ. ചെറിയ സ്വാഭാവികം, നല്ല വണ്ടിയാണ്. റേറ്റ് എങ്ങനെ വരുന്നത് റഷിക? 2013 ഇത് നമുക്ക് 2 രൂപ ചോദിക്കണേ, എന്തേലൊക്കെ ചെറിയ വ്യത്യാസപ്പെടുത്തി കൊടുക്കാം. നമുക്കൊരു 90 രൂപ ഒക്കെ കിട്ടുകയാണെങ്കിൽ 2013 60,000 കിലോമീറ്റർ സർവീസിലെ വണ്ടി കൊടുക്കും. കമ്പനി സർവീസ് കിലോമീറ്റർ റേറ്റ് അത് പറ്റ കമ്മിയാണ്. 190 പറഞ്ഞാൽ നല്ല റേറ്റ് കമ്മിയാണ്. അവരെവിടെയും വേണേ ചോദിച്ചോട്ടെ. 13 മോഡൽ കേട്ടനല്ല, ശരി, നല്ല 1000 cc വരുന്നുണ്ട്. വണ്ടി ഡെലിവറി എടുക്കുകയാണ്, എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണ്. അങ്ങനെ പറയാൻ പറ്റില്ല, കുറച്ച് വന്ന അനുഭവം വണ്ടി വർക്ക്ഷോപ്പിലൊക്കെ കാണിച്ച് നാട്ടിൽ കൊണ്ടുപോയി നോക്കി ഒക്കെ കൺഫേം ആയതിന്റെ ശേഷമാണ് ഇപ്പൊ നമ്മളെ അടുത്ത് ഡെലിവറി എടുക്കുന്നത്. ഫുള്ള് ഓല നാട്ടിൽ തന്നെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് അവർക്ക് 100% ഗ്യാരണ്ടി ആണെന്ന് തോന്നിയിട്ട് അവരിപ്പോ ഡെലിവറി കൊടുക്കാണ്. രാവിലെ ഒന്ന് കൊടുത്തത് ഇതിപ്പോ 2ാമത്തെ ഡെലിവറിയാണ് ഇപ്പൊ നിങ്ങൾ വന്നിട്ട് തന്നെ. വണ്ടി ചെറുവണ്ടി ആവുകൊണ്ട് നമ്മൾ ഇഷ്ടം പോലെ ചെറിയ അതെ പെട്ടെന്ന് സെറ്റ് കേട്ടൻ. ഓൾട്ടോ കേട്ടനാണ്. മോഡൽ ഏതാ വരുന്നത്? ഇത് 2010 മോഡലാണ്. 2010 മോഡൽ ഓൾട്ടോ കേട്ടൻ. വാഗണാറിന്റെ സെയിം എഞ്ചിൻ വരുന്നത്. LXI ആണോ VXI ആണോ? LXI ആണ്. LXI AC പവർ സ്റ്റിയറിംഗ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നത്. കിലോമീറ്റർ 70 ആണോ സംശയമുണ്ട്. കറക്റ്റ് നമുക്ക് നോക്കിയിട്ട് പറയണം. 1 ലക്ഷം ഓടിയില്ലല്ലോ? ഇല്ല, 1ന്റെ താഴെ ഓടി. നല്ല സീറ്റ് 70-80 റേഞ്ചിൽ കിലോമീറ്റർ ഓടിയില്ല. ഇത്തിരി വണ്ടിയുടെ കൺഫ്യൂഷൻ ആണെന്നാലും പ്രശ്നമില്ല. ഒക്കെ പറഞ്ഞു കൊടുക്കല്ലേ നമുക്ക് വേണ്ടി. ഇപ്പൊ നിലവിലുള്ള റേറ്റ് ഒക്കെ എങ്ങനെയാണ്? റേറ്റ് നമുക്ക് 1,25,000 ആണ്. 1,20,000 രൂപയ്ക്ക് 2010 മോഡൽ. അത്യാവശ്യം ബോഡി ഷേപ്പ് കാണുന്നത് കോപ്പർ റെഡ് എന്നുള്ള കളറാണ്. അതെ. സാധാരണ വണ്ടി കാണുന്ന സമയത്ത് 4 ഡോറിന് 4 കളറാണ്. എല്ലാം കൂടി ഒരു വൃത്തിയുള്ള വണ്ടിയാണ്. അടുത്തത് 2011 മോഡൽ മാരുതി 800 AC ഉള്ള വണ്ടി. MPFI അല്ലേ? MPFI തന്നെ. ഇത് കിലോമീറ്റർ എത്ര ഓടി ഉണ്ടാവും? കിലോമീറ്റർ ഇത് തുറന്നു നോക്കിയാല് ഇതില് കാണുന്നുണ്ട്. ഇതില് 83 ഒക്കെയാണ്. 83,000 റേഞ്ചിലെ കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി തന്നെ കേട്ടോ. ഓക്കെ, നല്ല CTR കാര്യമൊക്കെ ചെയ്ത വണ്ടി തന്നെയാണ്. ഇന്റീരിയർ അത്യാവശ്യം നീറ്റ് ആണ്. AC വർക്കിംഗ് ഒക്കെ വർക്കിംഗ് ഉണ്ട്. വണ്ടി 2011 മോഡൽ മാരുതി 800. റേറ്റ് എങ്ങനെയാണ് വരുന്നത്? റേറ്റ് നമുക്ക് 90 രൂപ കുറയോ? എന്താ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ചെയ്യാം. അല്ല, ന്യൂ ഷേപ്പ് മാരുതി 800 അത്യാവശ്യം ആൾക്കാർ ചോദിക്കുന്ന വണ്ടിയാണ്. ഇത് 2008 മോഡൽ സാൻഡ്രോ ആണ്. നമുക്ക് 28 വരെ പേപ്പറും കാര്യമൊക്കെ വരുന്നുണ്ട്. പെട്രോൾ ആണ്. 13-14 മൈലേജ് കിട്ടുന്നുണ്ടാവും. അതെ. GL എന്നുള്ള വേരിയന്റ്. AC പവർ സ്റ്റിയറിംഗ് ആയിരിക്കും വരുന്നുണ്ടാവുക. അതെ. നിലവിൽ 2 ഡോർ വരില്ല. GL ആണ്. GLS 2 ഡോർ അല്ല, എക്സോ ആവണം. ഇപ്പൊ നിലവിൽ സാൻഡ്രോയില് വർക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? പവർ സ്റ്റിയറിംഗ് ഒക്കെ വർക്കിംഗ് ആണ്. 28 വരെ പേപ്പേഴ്സും കാര്യമൊക്കെ ഉണ്ട്. 1.5 ചോദിക്കണേ, നമുക്ക് ഒരു രൂപ കിട്ടുകയാണെങ്കിൽ ഫൈനലാക്കി ചെയ്ത് കൊടുക്കാം. എടുക്കുന്നതൊക്കെ ഇപ്പൊ നിലവില് റിന്യൂവല് കഴിഞ്ഞാൽ അതിനെ കൊണ്ട് അത്യാവശ്യം ബോഡി മൊത്തം പെയിന്റ് ചെയ്തിട്ട് കുട്ടപ്പനാക്കി വൃത്തിയാക്കി വെച്ചാണ്. ശരി, അടുത്തത് ഈക്കോ നമുക്ക് 2015 മോഡലാണ്. AC ഉള്ളതാണ്. AC ഉള്ള മോഡലാണ്. 5 സീറ്റർ ആണ്. AC ഉണ്ട്. അതെ. ഇത് നമുക്ക് പിന്നെ കിലോമീറ്റർ 1,20 സംതിങ് LPG ഒക്കെ ഉള്ള വണ്ടി കേട്ടോ. LPG ഉള്ള 2015 മോഡൽ LPG ഉള്ള വണ്ടി. ഗ്യാസിൽ ഉപയോഗിക്കും ചെയ്യാം. നല്ല മൈലേജും കാര്യമൊക്കെ ഉണ്ടാവും. മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. വില എങ്ങനെയാ വരുന്നത്? വില നമുക്ക് 2,70. 2015 മോഡൽ വണ്ടി. 2015 ഈക്കോ 2,70,000 അല്ലേ? അതെ. LPG ഉള്ള വണ്ടി. LPG ഉള്ള വണ്ടി കുറയൂലേ? കുറച്ച് കൊടുക്കാ, എല്ലാം മാക്സിമം ചെയ്ത് കൊടുക്കാം. നമുക്ക് ശരി ഓഫറിൽ കൊടുക്കാല്ലേ. ഓണർഷിപ്പ് എത്രയുണ്ട്? റീപ്ലേസും കാര്യമൊന്നുമില്ല.
സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ്. കമ്പനി ഹിസ്റ്ററിലുള്ള വണ്ടിയല്ലേ? റഷീഖ് അടുത്തത് അടുത്തത് ഈക്കോ ആണ്, 2010 മോഡൽ വണ്ടി. AC ആണോ നോൺ AC? AC ഉള്ള വണ്ടി തന്നെയാണ്. AC ഉള്ള ഈക്കോ. നിലവിലുള്ള കണ്ടീഷനൊക്കെ എന്താ? കണ്ടീഷനൊക്കെ അത്യാവശ്യം തെറ്റില്ലാത്ത വണ്ടി തന്നെയാണ്, നല്ല വൃത്തിയില്ല. AC വർക്ക് ചെയ്യില്ല? AC ഒക്കെ വർക്കിംഗ് ഉണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. കിലോമീറ്റർ 1-2 അങ്ങനെ എന്തോ ഓടിക്കണേ. നിലവിൽ ഈ AC എല്ലാം വർക്കിംഗ് അല്ലേ? AC ഒക്കെ വർക്കിംഗ് ഉള്ള വണ്ടിയാണ്. ഓക്കെ. അടുത്ത കൊല്ലം റിന്യൂവൽ വരിക? അതെ, അടുത്ത കൊല്ലം. ചോദിക്കുന്ന റേറ്റ് ഒക്കെ എങ്ങനെയാണ്? ചോദിക്കണേ നമുക്ക് 140 രൂപ. 1,40,000 രൂപയാണ് 2010 AC ഉള്ള വണ്ടി ചോദിക്കുന്ന റേറ്റ്. എല്ലാം വർക്കിംഗ് അല്ലേ? ഒക്കെ വർക്കിംഗ് ഉള്ള ക്വാളിറ്റി ഉള്ള വണ്ടിയാണോ? ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അടുത്തത് ഇത് സാൻഡ്രോ 2006 മോഡലാണ്. KL11V കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ്. 5-6 ഒക്കെ 2005-2006 അതെ അതെ 26 പേപ്പർ വരുന്നുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ് ആണ് വരുന്നത്. ഒക്കെ 4 ഡോർ വിൻഡോ ബാക്ക് വൈഫർ ഒക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. എക്സോ ആണോ? അപ്പോ അതെ അതെ അതെ, എക്സോ എന്നുള്ള ലിമിറ്റഡ് എഡിഷൻ ആണ്. ഫ്രണ്ടിലെ 2 ഡോർ വിൻഡോ വരിക, സെന്ററത്തെ 4 ഡോർ വിൻഡോ വരും. 4 ഡോർ വിൻഡോ വരും. 4 ഡോർ ഇപ്പൊ ടോട്ടൽ പവർ വിൻഡോ വരും. അതെ അതെ അതെ, എക്സോ എന്നുള്ള ലിമിറ്റഡ് എഡിഷൻ ആയിരിക്കും. അതെ അതെ. അതേ സമയത്ത് സാൻഡ്രോ റേറ്റ് എങ്ങനെ വരുന്നത്? റേറ്റ് നമുക്ക് 90 രൂപ താഴെ കൊടുക്കും. 1,00,000 രൂപയ്ക്ക് താഴെ കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? അതെ. ഡാറ്റ്സൺ ഗോ 2015 മോഡലാണ്. 180 രൂപ കേട്ടോ. 1,80,000 ഫുൾ ലോൺ കൊടുക്കട്ടോ. ഇതൊക്കെ ഫുൾ ലോണിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫാമിലി കാറിൽ അത്യാവശ്യം മോഡലും ഉണ്ട്, ചെറിയൊരു ബഡ്ജറ്റിൽ വരുന്നുണ്ട്. ACയും പവർ സ്റ്റിയറിംഗും വേറെ എന്താ വരുന്നത്? ACയും പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ ഒക്കെ വരും. ഓക്കെ. ഏകദേശം ഒരു 14-15 റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടുന്ന 1.2 ലിറ്റർ എഞ്ചിൻ ആയിരിക്കും വരുന്നുണ്ടാവുക. അതേ സമയത്ത് എടുക്കുന്നൊക്കെ എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും കാര്യമൊന്നുമില്ല, ഫുൾ ലോൺ തന്നെ കിട്ടൂലേ? കിലോമീറ്റർ ഒക്കെ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ 60 സംതിങ് ഓടിയിട്ടുള്ളൂ. 60 സംതിങ് ഓടിയിട്ടേ ഉള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് അതാണ്. അടുത്തത് സെസ്റ്റ്. അതെ, ഓട്ടോമാറ്റിക് വണ്ടി, ഡീസലിൽ വരുന്ന വണ്ടി. AMT ട്രാൻസ്മിഷൻ ആയിരിക്കും വരുന്നുണ്ടാവുക. ഡീസലിൽ നമ്മളെ ഫിയാറ്റിന്റെ സെയിം ക്വാർട്ടർജെറ്റ് എഞ്ചിൻ ആയിരിക്കും വരുന്നുണ്ടാവുക. 15-18 റേഞ്ചിലൊക്കെ മൈലേജ് ഏകദേശം ഓട്ടോമാറ്റിക് വണ്ടിയിലേക്ക് വരുന്നതിനെ കിട്ടുന്നുണ്ടാവും. ഇത് ഏത് വേരിയന്റിലാണ് വരുന്നത്? ഇതിൽ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. XZ എന്നുള്ള ടോപ്പ് എൻഡ് അല്ലേ? ടോപ്പ് എൻഡ്. ഏത് സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ടാവും, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസും വരുന്നുണ്ടാവും. മെയിൻ ഹൈലൈറ്റ് അത്യാവശ്യം മൈലേജ് ഉള്ള ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഡീസലിൽ ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. എല്ലോയ്സ്, കമ്പനി എല്ലോയ്സ് ഉൾപ്പെടെ വരുന്നുണ്ടോ? ഒക്കെ വരുന്നുണ്ട്. ചോദിക്കുന്ന റേറ്റ് നമുക്ക് 290 വെക്കണേ. 2,90,000 ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി കൊടുക്കും. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 1.30 കിലോമീറ്റർ ഓടി. ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ? ഹിസ്റ്ററി ഉണ്ട് പറഞ്ഞ, സിംഗിൾ ഓണർ തന്നെയാണ്, കറക്റ്റ് സർവീസ് ആന്നൊക്കെ പറഞ്ഞു. 4 പുതിയ ടയറും കാണുന്നുണ്ട്. ഹിസ്റ്ററി എടുത്ത് നോക്കിയിട്ടില്ല. ശരി, നമുക്ക് 290 ചോദിക്കണത് എന്തേലുമൊക്കെ ലോൺ 2.5 മുകളിൽ കയറൂലേ? അതെ കയറും. റഷീഖ് അടുത്തത് ഡിസയർ 11 മോഡൽ LDI VDI വണ്ടി. VDI എന്നുള്ള മിഡിൽ ഓപ്ഷൻ ആണ്. നമ്മൾ മുന്നേ കണ്ട നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ്, നല്ല ബോഡി ഷേപ്പ് ഒക്കെ ഉള്ള വണ്ടിയാണ്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസും കാര്യമൊന്നുമില്ല. 1.40 കിലോമീറ്റർ ഓട്ടം, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. 18-20 എന്തായാലും മൈലേജ് കിട്ടുന്നുണ്ടോ? മാരുതിന്റെ വണ്ടി തന്നെയാണ്. 11 ഡിസയർ ഓൾഡ് ഷേപ്പ് വരുന്ന വണ്ടി. 240 ചോദിക്കണേ. 2,40,000 രൂപയ്ക്ക് 2011 ഡിസയർ VDI അല്ലേ? VDI. ഇനി ഇതൊക്കെ പറയുന്ന റേറ്റ് ഒക്കെ മാക്സിമം കുറച്ച് കൊടുക്കാൻ പറ്റും? ചെയ്ത് കൊടുക്കാം മാക്സിമം. പിന്നെ ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ലോണ് എങ്ങനെ ഒരു 1.5 ലെവലിലേക്ക് ലോൺ കിട്ടുന്നുണ്ടാവും അല്ലേ? അടുത്തത് റിറ്റ്സ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അടുത്ത സർവീസിൽ 1.27 കിലോമീറ്റർ ഓട്ടം. ഡീസൽ ആണോ? ഡീസൽ അല്ല, പെട്രോൾ വണ്ടി. പെട്രോൾ വണ്ടി 2010 മോഡൽ. 2010 മോഡൽ സിംഗിൾ ഓണർ പെട്രോൾ വണ്ടി അല്ലേ? അതെ അതെ. 13-15 റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടുന്നുണ്ടോ? VXI ആണോ അല്ലെങ്കിൽ VXI ആണ്? നല്ല വണ്ടിയാട്ടോ, സിംഗിൾ ഓണർ, സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ്. ഓക്കെ. 2010 VXI റിറ്റ്സിന് റേറ്റ് എങ്ങനെയാ വരുന്നത്? റേറ്റ് നമുക്ക് 2.15 ചോദ്യം, ഒരു 2.10 ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാം. 2.10 റേഞ്ചിൽ കൊടുക്കാൻ വേണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ആവുകൊണ്ടാണ്. നല്ല വണ്ടിയാണ്, സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള നല്ല പക്ക വണ്ടി. അടുത്തത് അത് ഐറ്റൺ ആണ്. 28 വരെ പേപ്പറിലെ വണ്ടി. ACയും പവർ സ്റ്റിയറിംഗ്, 2 ഡോർ വിൻഡോ ഒക്കെ വരുന്ന 120, 120 രൂപ. 1,20,000. ഇറയാണോ അത്? ഇത് ഇറ ഐറ്റൺ ആണ്. 2008 മോഡല്. 28 വരെ പേപ്പർ വരുന്നുണ്ട്. ഒരു 4 വർഷം പേപ്പറും കാര്യം, ചെറിയ പവർ സ്റ്റിയറിംഗ്, AC ഒക്കെ വണ്ടിയൊക്കെ വേണ്ടി വരും. എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആയിട്ട് ചെയ്യാം. കണ്ടീഷൻ കാര്യമൊക്കെ പക്കയാണ്. അടുത്തത് സ്വിഫ്റ്റ് ഡിസയർ പുതിയ ഷേപ്പ് 14 മോഡൽ. 2014 സ്വിഫ്റ്റ് ഡിസയർ. അത് നമുക്ക് ഒരു 2 MB കൊടുക്കും.
280 2014 സ്വിഫ്റ്റ് ഡിസയർ വീഡിയോ വീഡിയോ എന്താ റേറ്റ് വ്യത്യാസം? റീപ്ലേസും കാര്യമൊന്നുമല്ല. അല്ല 280 അല്ല 380. അതാണ് റേറ്റ് വ്യത്യാസം. അയ്യോ 14 നോക്കിയോ 3.5 മുകളിൽ എങ്ങനെയാലും മാർക്കറ്റുള്ള വണ്ടിയാണ്. വീഡിയോ വണ്ടി തന്നെയാണ്. അതാണ് 1 സംതിങ് കറക്റ്റ് 1,08,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. റീപ്ലേസ് ഒന്നുമില്ലല്ലോ. റീപ്ലേസ് ഒന്നുമില്ല, സർവീസ് ഹിസ്റ്ററിയിലാണ്. ഇത് പിന്നെ നമുക്ക് അഡ്വാൻസിങ് ആണ്, അത് എടുക്കണ്ട. നമുക്ക് ലോണിന് കൊടുത്താണ്. ഏതാ മോഡൽ? 16 മോഡൽ. ഇത് 2012 മോഡലാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്, റീപ്ലേസും കാര്യമൊന്നുമില്ല. നല്ല സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി സീറ്റാർ ഇയോൺ ഇറ പ്ലസ് AC പവർ സ്റ്റാരിങ് 2 ഡോർ വിൻഡോ വരുന്നുണ്ട്. 800 cc അല്ലേ ഉള്ളൂ? അതെ 800 cc. 2012 മോഡൽ. ഇത് ഈ വേക്കത്താണ് 13 വരുന്നത്. 2012 5 രണ്ട് നമുക്ക് ഒരു 1.5 റേഞ്ചിലൊക്കെ കൊടുക്കട്ടോ. 2 ഇയോണും 1.5 ഏകദേശം മാക്സിമം ലോൺ ഒരു 1.25 കിലോമീറ്റർ 180 190 ആ ലെവലിൽ ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് സെക്കൻഡ് ഓണർ ഒക്കെയാണ് വണ്ടികള്. അതെ നമുക്ക് മാക്സിമം ലോൺ കൊടുക്കട്ടെ. അതിമൊക്കെ ഒരു 10-25 റുപ്യ ഉണ്ടെങ്കിൽ നമുക്ക് 1.25 റേഞ്ചിൽ ലോൺ ചെയ്യാം. ലോൺ ചെയ്യാൻ വേണ്ടി പറ്റും. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ലാത്ത വണ്ടികളാണ്. അതെ രണ്ടിലും അത്യാവശ്യം നല്ലപോലെ ടയർ കാര്യമൊക്കെ അത്യാവശ്യം ഉണ്ട്. ഇനി മോഡൽ കൂടിയ ഇയോണോ ആണെങ്കിൽ നമുക്ക് അപ്പുറത്ത് ഷോപ്പിലുണ്ട്. കുറഞ്ഞ ടൈപ്പാണ് ഇപ്പൊ ഇത്. അടുത്തത് ഇത് ചെറിയ റീപ്ലേസ്മെന്റ് ഉള്ള വണ്ടിയാണ് വാഗണർ. പറഞ്ഞു കാണാൻ ഉള്ളത് കൊടുക്കാം നമുക്ക്. മേജറായിട്ട് ചെറിയ അപ്രോണ്ട് വർക്ക് ചെയ്തേക്കണ്. പക്ഷെ അതിനുള്ള റേറ്റ് ഉള്ളൂ. അപ്പൊ കേരളത്തിലുള്ള ആക്സിഡന്റ് വണ്ടികൾ എവിടെയെന്നുള്ളതിന് ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഒരു ആക്സിഡന്റ് വണ്ടി നമ്മളെ കയ്യിലുണ്ട്. റഷിക, ആപ്രോണ് പോയിട്ടുള്ള 2000 ആപ്രോണ് മെയിൻ ഗ്ലാസ് ചെറിയ റീപ്ലേസ് ഉണ്ട്. 2010 മോഡൽ VXI വണ്ടിയാണ്. 2010 മോഡൽ VXI വണ്ടി. അതെ നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ്. ക്വാളിറ്റിന്റെ വണ്ടിയും കാര്യമൊക്കെ. ഇപ്പൊ നിലവിൽ ഇപ്പം സാധാരണ ഈ ആപ്രോണ് പോയ വണ്ടീനെ സംബന്ധിച്ച് നോക്കുന്നേരം ഉണ്ടാവുന്ന ആക്സിൽ ഒഴിഞ്ഞു പോവുക, അല്ലെങ്കിൽ അലൈൻമെന്റ് തെറ്റുക, അങ്ങനെയുള്ള അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. 4 ടയർ പുത്തൻ ടയറുകളാണ്. പിന്നെ അലൈൻമെന്റ് കാര്യം അങ്ങനത്തെ ഇതൊന്നുമില്ല. നിലവിൽ ലോക്ക്ഡൌൺ AC പവർ സ്റ്റാരിംഗ് 4 ഡോർ വിൻഡോ സിംഗിൾ ടച്ച് സ്റ്റീരിയോ ആണ് വരുന്നത്. ബാക്ക് വൈഫർ കാര്യമൊക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി. 1.55 1,55,000. അതെ ഒരു ഏകദേശം ഒരു 1.50 ലോണും ചെയ്യട്ടോ. 1.5 ലക്ഷം രൂപ ലോൺ ചെയ്യും. അങ്ങനത്തെ ലോണിന്റെ ആൾക്കാർക്കൊക്കെ പറ്റിയ വണ്ടിയാണ്. ചെറിയ ബഡ്ജറ്റിൽ VXI വണ്ടി എടുക്കാം. അടുത്തത് മൈക്ര ആണ്. 2017 മോഡൽ പെട്രോൾ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 80,000 റേഞ്ചിൽ ഓടി. ഓട്ടം എയർ ബാഗ് വരുന്നുണ്ടോ, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസും വരുന്നുണ്ടോ. അത്യാവശ്യം ചെറിയൊരു ബഡ്ജറ്റിൽ മോഡൽ കൂടിയ വണ്ടി നോക്കുന്നവർക്ക് പറ്റുന്ന വണ്ടി. മാക്സിമം ലോൺ കയറുന്ന രീതിയിലുള്ള റേറ്റ് തന്നെയാണോ? റേറ്റ് തന്നെ വരുന്നുണ്ട്. നമ്മള് 3.20 ചോദിക്കണേ. 3,20,000 രൂപയ്ക്ക് 2017 മോഡൽ മൈക്ര XL എന്നുള്ള മിഡിൽ ഓപ്ഷൻ ആണ്. അതെ അത്യാവശ്യം 4 പുതിയ രീതിയിലുള്ള ടയർ കാണുന്നുണ്ട്. ആവറേജ് അബൌട്ട് ടയർസ് കാണുന്നുണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. നമ്മളെ മലപ്പുറം രജിസ്ട്രേഷൻ വണ്ടി തന്നെയാണ്. KL53 പെരിന്തൽമണ്ണ അല്ലേ? അതെ എടുക്കുന്നവർക്ക് വിശ്വസിച്ചെടുത്തൂടെ? ലോൺ എത്ര വരെ നമുക്ക് മാക്സിമം ഒരു ഏകദേശം 3 ലക്ഷം വരെ ഒക്കെ ചെയ്യാം. 3 ലക്ഷം റേഞ്ചിൽ ലോൺ കിട്ടുന്നുണ്ടോ? 3.20 ചോദിക്കുന്ന റേറ്റ് എന്തെങ്കിലുമൊക്കെ മാറ്റം നോക്കാം നമുക്ക് മാക്സിമം. അടുത്തത് 2010 ആണ് VXI. 2010 LXI ആണോ VXI ആണ്. VXI എന്നുള്ള ഇറങ്ങിയിട്ടുള്ള ഫുൾ ഓപ്ഷൻ ആണ്. അതെ AC പവർ സ്റ്റിയറിംഗ് 4 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും വരുന്നുണ്ടാവും. വാഗണറിന്റെ സെയിം എഞ്ചിനാണ്. 15-17 മൈലേജും കിട്ടുന്നുണ്ടാവും. കിലോമീറ്റർ എത്ര ഓടിയുണ്ടാവും റഷിക? കിലോമീറ്റർ നമുക്ക് ഇത് 80 ആരെങ്കിലും അല്ല കുഴപ്പമില്ല. ഞാൻ വേറെ കാണിച്ചു കേട്ടെ. ഇപ്പം എല്ലാ വണ്ടിക്കും ഒരേമാതിരി കിലോമീറ്റർ ഏകദേശം 70-80 പറയുന്ന സമയത്ത് ആൾക്കാർക്ക് സംശയങ്ങളൊക്കെ. വാട്സാപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കറക്റ്റ് കിലോമീറ്റർ ഫോട്ടോ എടുത്ത് നമുക്ക് കൊടുക്കാം. അത് കിട്ടാൻ. അടുത്തത് ഇതിന് ലോൺ കിട്ടില്ലല്ലോ? ലോൺ ഇതിന് കിട്ടും. 10-നും നമ്മൾ കൊടുക്കുന്നുണ്ട്. 9ന്റെ ശേഷം വണ്ടികൾക്ക് ബാങ്ക് ലോൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനിപ്പോ ലോൺ എത്ര കിട്ടുന്നുണ്ടോ? ഇതിന് നമുക്ക് ഒരു രൂപ എങ്ങനെയാലും റേറ്റ് എങ്ങനെ വരും? റേറ്റ് 150. 1,40,000 രൂപ. 2010 മോഡൽ A സ്റ്റാറിന് നല്ല വണ്ടിയാണ്. ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. നല്ല ക്വാളിറ്റി 40 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ ചെയ്തു. അടുത്തത് 2013 സ്പോർട്സ് ഐട്ടൺ സ്പോർട്സ് കാപ്പ 2 എന്നുള്ള എഞ്ചിനാണ്. 15 റേഞ്ചിൽ അത്യാവശ്യം മൈലേജും കിട്ടുന്നുണ്ട്. ഫീച്ചർ സൈഡിൽ AC പവർ സ്റ്റിയറിംഗ് ലോക്ക്ഡ് ആണ്. AC പവർ സ്റ്റിയറിംഗ് 4 ഡോർ പവർ വിൻഡോസ് ഇൻബിൽറ്റ് സ്റ്റീരിയോ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ നിലവിൽ കിലോമീറ്റർ ഒക്കെ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 70 സംതിങ് ആണ്. സെക്കൻഡ് ഓണർ ആണ്. കറക്റ്റ് ഹിസ്റ്ററി ഒക്കെ വണ്ടി തന്നെയാണ്. കമ്പനി ഹിസ്റ്ററി ഉണ്ടല്ലേ? ഹിസ്റ്ററി ഇല്ല. മതി. കുറെ വണ്ടി ഉണ്ട്. അത്യാവശ്യം നല്ല വെയിലുമാണ്. നല്ല വെയിലാണ്. അപ്പം KL57 കൊടുവള്ളി രജിസ്ട്രേഷൻ ഐട്ടൺ 2013 സ്പോർട്സ്
ലോണ് 2-2.25 റേഞ്ചിൽ കയറുന്ന വണ്ടിയാണ് ഏകദേശം. അതെ അതെ അതെ. അപ്പം കിലോമീറ്റർ കിലോമീറ്റർ 70 സംതിങ് റേറ്റ് എങ്ങനെ വരുന്നത്? റേറ്റ് നമുക്ക് 3.35 ഒക്കെ ചോദിക്കൂല. 3.35 അല്ല 2.35 മാക്സിമം ചെയ്ത് കൊടുക്കാം. ശരി, 2.35 റേറ്റ് വെക്കുന്നുണ്ട്. അതെ അതെ. അത്യാവശ്യം പ്രൊഫൈൽ ഉള്ളവർക്ക് ലോൺ കയറുന്ന ലോൺ ഏകദേശം ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ശരി, അടുത്തത് കേട്ടൻ തന്നെയാണ്. 2013 മോഡൽ VXi ആണ്. 2013 ഓൾട്ടോ കേട്ടൻ VXi. KL55 എന്നുള്ളത് തിരൂരാണോ തിരൂരങ്ങാടിയാണോ? തിരൂര് അല്ല വരിക. KL55 65 തിരൂരങ്ങാടി. ശരിയാ, 55 തിരൂരാണ്. ഏതാ നോക്കാം. 65-55 മാറാണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ വല്ല 1ന്റെ താഴത്തേക്ക് തന്നെ ഓടിയിട്ടുള്ളൂ. കറക്റ്റ് ഹോട്ടലിലെ വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. VXi വരുമ്പോൾ 2 പവർ വിൻഡോസ് കാണുന്നുണ്ട്. സീരീസ് എഞ്ചിനാണ്. 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടി തന്നെ. കമ്പനീസിലുള്ള വണ്ടിയാണ്. അപ്പം റേറ്റ് എങ്ങനെ ചോദിക്കുന്നത്? നമുക്ക് 2 രൂപ ചോദിക്കുന്നു. 2 ലക്ഷം രൂപയ്ക്ക് 2013 VXi. ഓണർഷിപ്പ് സെക്കൻഡ്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ക്ലീൻ പീസ് അല്ലേ? ക്ലീൻ പീസ് ആണ്. 17 മോഡൽ ആൾട്ടോ 800. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ കുറഞ്ഞ കിലോമീറ്റർ 70. സിംഗിൾ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടിയാണ്. KL18 മോഡൽ വടകര വണ്ടി അല്ലേ? വടകര. റീപ്ലേസ് ഹിസ്റ്ററി കാര്യമൊന്നുമില്ല. സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉണ്ട് പറഞ്ഞത്. നല്ല ക്വാളിറ്റി വണ്ടി. നമുക്ക് ലോൺ ഏകദേശം ഫുൾ ലോൺ ആക്കി ചെയ്യാം. 2.45 റേറ്റ്. മാക്സിമം ഒരു 2.25 2.30 ആ റേഞ്ചിലൊക്കെ 17 മോഡൽ വണ്ടി ആവാണ്ട് ലോൺ ചെയ്യാം. 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന ന്യൂ ഷേപ്പ് 18 മോഡല് കേട്ടൻ ആണ്. ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ? മാനുവൽ ആണ്. മാനുവല് കേട്ടൻ 2018 കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ്. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയുണ്ട്? ഓണർഷിപ്പ് ഫസ്റ്റ് തന്നെയാണ്. കിലോമീറ്ററോ 70 അങ്ങനെ എന്തോ. നല്ല കണ്ടീഷൻ ഒക്കെ നല്ല കണ്ടീഷൻ വണ്ടിയാണ്. 15-17 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന K സീരീസ് എഞ്ചിനാണ്. റീപ്ലേസും കാര്യം ആക്സിഡന്റ് ഒന്നും. റേറ്റ് എത്ര വരുന്നത്? റേഞ്ചിൽ നമ്മൾ ചോദിക്കുന്നത്. റേഞ്ചിൽ ചോദിക്കുന്നുണ്ട്. ലോൺ എന്തായാലും ആ റേഞ്ച് തന്നെ മൊബൈലുള്ളവർക്ക് കയറേണ്ടതാണ്. 18 മോഡൽ വണ്ടിയല്ല. അതെ, എടുക്കുന്ന വർക്കും കിലോമീറ്റർ എത്ര? കിലോമീറ്റർ 70 ആണോ സംശയമുണ്ട്. സിംഗിൾ ഓണറാണ്. ഹിസ്റ്ററി ഉണ്ട്. ഹിസ്റ്ററിയാണ്. അടുത്തത് ഇത് 13 മോഡല് ആൾട്ടോ 800. LXi ആണോ VXi ആണോ? LXi ഗ്രേ കളറ്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. കിലോമീറ്റർ ഓട്ടം 1ന്റെ താഴെ ഓടിയിട്ടുള്ളൂ. കറക്റ്റ് നമുക്ക് വേണമെങ്കിൽ ചാവി എടുത്ത് നോക്കാം. റീപ്ലേസ്മെന്റും കാര്യമൊന്നുമില്ല. 1.85 ചോദിക്കണേ നമ്മള്. 1.85 2013. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഇല്ല. ഏകദേശം മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. 1.70 1.60 എന്തായാലും ലോണ് കയറുന്ന വണ്ടിയാണ്. നിലവിൽ ആ ഒരു റേറ്റ് മുതലല്ലേ ഇത്? 1.85 അല്ലേ? 1.85 കുറയൂലേ? കുറയാൻ. ഇത് പിന്നെ 15 മോഡലാണ് വണ്ടി. MS ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ ആണ്. വേരിയന്റ് ഏതാ? വേരിയന്റ് ഇത് എസിംബോസ്റ്റർ 4 ഡോർ വിൻഡോ ഒക്കെ വരുന്ന വണ്ടി തന്നെയാണ്. ഇതിൽ വരുന്ന ഫുൾ ഓപ്ഷൻ ആണ്. എയർ ബാഗ് ഉണ്ടോ? എയർ ബാഗ് ഒക്കെ ഉണ്ട്. എയർ ബാഗ് ഉണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട്. എയർ ബാഗ് ഇല്ല. അപ്പൊ SMT വെക്കും. 2014 SMT. SMT അല്ലെങ്കിൽ SV LS വരുന്നില്ല. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? ഡീസലാട്ടോ. ഓക്കെ, 20-25 ഒക്കെ എന്തായാലും മൈലേജ് കിട്ടുന്നുണ്ടോ? ബാക്കിൽ ബാഡ്ജിങ് SMT ആണ്. അപ്പം റേറ്റ് എങ്ങനെ ചോദിക്കുന്നത്? 2015 മോഡൽ. എത്ര റേറ്റ് നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. 4.25 റേഞ്ചിലൊക്കെ കൊടുത്തൂടെ? 4.25 റേഞ്ചിൽ കൊടുക്കണം. 3.25 എന്തായാലും ലോൺ കയറും. 3.25 4 രൂപ അടുപ്പിച്ച് ലോൺ കയറുന്ന വണ്ടിയാണ്. മാക്സിമം ചെയ്ത് കൊടുക്കാൻ എന്തായാലും. കേരള വണ്ടി തന്നെയല്ലേ? കേരള വണ്ടി, ഒറിജിനൽ കേരള. ഓണർഷിപ്പ് കിലോമീറ്റർ സെക്കൻഡ്. കിലോമീറ്റർ എന്തോ ജില്ലറ ഓടിയിട്ടുണ്ട്. കറക്റ്റ് ഹിസ്റ്ററി സർവീസ് അടുത്തത് ഇത് സെലാരി ഓട്ടോമാറ്റിക് ആണ്. 2014 മോഡൽ 15 രജിസ്ട്രേഷൻ വന്നാണ്. KL56 കൊയിലാണ്ടി രജിസ്ട്രേഷൻ അല്ല. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 80 സംതിങ് സിംഗിൾ ഓണർ വണ്ടി. 84 85. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും കാര്യം മേജർ ആക്സിഡന്റ് കാര്യമൊന്നുമില്ല. ഹിസ്റ്ററി സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. ഇത് നമുക്ക് 3.45 ചോദിക്കണേ. 14-15 ഓട്ടോമാറ്റിക് സെലേറിയോ 3.45. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ആവറേജ് ടയേഴ്സും കാണുന്നുണ്ട്. ഏകദേശം 13-15 എന്തെങ്കിലും റേഞ്ചിൽ മൈലേജ് കിട്ടിട്ടാണ്. 1 ലിറ്റർ വാഗണറിലൊക്കെ വരുന്ന സെയിം എഞ്ചിനാണ്. അതേസമയത്ത് ലോണ് 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചെയ്യാൻ പറ്റുമോ ചോദിക്കണം. വീഡിയോ റാപ്പിയാണ്. വീഡിയോയിൽ കാണിച്ചുള്ള വണ്ടികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മലപ്പുറം മോട്ടോഴ്സ്. ലൊക്കേഷൻ വരുന്നത് ആനക്കയമാണ്, മലപ്പുറം ജില്ലയിൽ സൗദിപ്പടി എന്നുള്ളതാണ് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത്. ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുന്നുണ്ടാവും.
നിങ്ങൾ വാട്സാപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കാറ്റലോഗും കുറേ വണ്ടികളുടെ കിലോമീറ്റർ മിസ് ആയിട്ടുണ്ട് അതും കൂടെ ഇവർ പറഞ്ഞു തരുന്നുണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് പറഞ്ഞത്. മറ്റൊരു വീഡിയോ കാണുമ്പോൾ അഭിസൈനിങ് ഓഫ് അഡിയോസ്.